ഇന്ന് കേരളപ്പിറവി. ഭാഷാടിസ്ഥാനത്തിൽ 1956 രൂപീകൃതമായ സംസ്ഥാനം. എന്നാൽ ആ ഭാഷയെ, മലയാളത്തെ ഇന്നും അംഗീകരിക്കപ്പെടാൻ ഈ കേരനാട്ടുകാർ പെടാപ്പാടുപെടുകയാണ്. അറബിക്കടലിന്റെ അതിരിൽ 6 അടി മണ്ണ് കിട്ടാൻ പരശുരാമൻ മഴുവെറിഞ്ഞപ്പോൾ രൂപപ്പെട്ട നാടാണ് കേരളം എന്നത് പഴംപുരാണം. ഐതിഹ്യം അതുപോലെ കിടന്നാലും കേരളം എന്ന പേര് ഭാഷാടിസ്ഥാനത്തിലാണ് സ്വതന്ത്ര ഭാരതം അംഗീകരിച്ചത്. വേണാടും കുറുമ്പനാടും ഏറനാടും വള്ളുവനാടും, പിന്നെ അധികാരത്തിന്റെ തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മലബാറും. അവിടെ കഥകളിയും തെയ്യവും പൂരവും വള്ളംകളിയുമെല്ലാം തലയുയർത്തിയപ്പോൾ നമ്മുടെ നാടും ശ്രദ്ധിക്കപ്പെട്ടു. 56-ൽ മലയാളത്തിന്റെ പേരിൽ നമ്മൾ കേരളീയരായി. കേരവൃക്ഷങ്ങളുടെ നാട്, വെള്ളച്ചാട്ടത്തിന്റെ, പച്ചപ്പിന്റെ, പറഞ്ഞാൽ തീരാത്ത വിശാലതയുടെ നാട്. ജനാധിപത്യ രീതിയിലും 14 ജില്ലകളിൽ 10 മടങ്ങ് വ്യത്യസ്തതകൾ. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആഘോഷിക്കാൻ മലയാളിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഭാരതത്തിലെ ഈ 2% നമ്മളിൽ നല്ലൊരു വിഭാഗത്തിനും ഇന്നിഷ്ടം പുറം രീതികളാണ്. അവിടെയും മലയാളത്തെ രാജ്യനെറുകയിൽ ഉറക്കെ പറയാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച മഹാന്മാരെ നാം മറക്കരുത്. പ്രകൃതിക്കോ പച്ചപ്പിനോ പുല്ലുവില കൽപ്പിക്കാത്തപ്പോൾ നമ്മുടെ കേരളത്തെ തേടി ഇന്നും എത്തുന്ന പുറം നാട്ടുകാർക്കാണ് കേരളത്തെ അറിയുക. അവിടെയും നമ്മളില്ലാത്ത നാടില്ല, നമ്മളെ അറിയാത്ത ഭൂമിയില്ല. രാജനീതിക്കും അയിത്തത്തിനും അനാചാരങ്ങൾക്കും തടയിടാൻ മുന്നിട്ടിറങ്ങിയവർ ഇന്ന് തിരിച്ചെത്തിയാൽ ഒന്ന് ചോദിക്കും, ജനാധിപത്യം കൊണ്ട് കേരളം നേടിയത് അറിവോ അതോ അരാജകത്വമോ എന്ന്. ഓരോരുത്തരും സ്വയം തിരുത്തിയാൽ അവിടെ വീണ്ടും ഒരു കേരളപ്പിറവി ഉണ്ടാകും, ഈ ഓർമ്മകൾക്കും മേലെ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.